വിഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്കോളർഷിപ്പ് എക്സാം ക്ലാസ് 8 വിശ്വാസ വഴിയെ പാർട്ട് 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളു. പാർട്ട് 3 മരുഭൂമിയിലെ താപസരുടെ പിതാവ് ആര്? വിശുദ്ധ അന്തോണീസ്. സന്യാസ ജീവിതത്തിൻ്റെ പിള്ളത്തൊട്ടിൽ. ഉത്തരം ഈജിപ്ത്. വിശുദ്ധ അന്തോണീസിൻ്റെ ജീവചരിത്രം എഴുതിയത് ആര്? അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്തനേഷ്യസ്. അന്തോണീസിൻ്റെ ജീവചരിത്രം എഴുതിയത് അത്തനേഷ്യസ്. ഹീപ്പോയിലെ മെത്രാൻ്റെ പേര്? വിശുദ്ധ അഗസ്തിനോസ്. പാശ്ചാത്യ സന്യാസികളുടെ പ്രധാനിയും പാത്രീക്കർസ് എന്നറിയപ്പെടുന്നത് ആര്? വിശുദ്ധ ബെനഡിക്റ്റ്. സഭയുടെ ഔദ്യോഗിക ഭരണക്രമത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിയമസംഹിത എന്താണ്? കാനൻ നിയമമാണ്. കാനൻ നിയമത്തിലെ ഓരോ നിയമവും അറിയപ്പെടുന്നത് കാനോന. ലൊഗാത്തി മീസി എന്നാൽ എന്താണ്? നയതന്ത്ര പ്രതിനിധികളായി മറ്റു രാജ്യങ്ങളിലേക്ക് മാർപ്പാപ്പ അയച്ചിരുന്നവരെയാണ് ലൊഗാത്തി മീസി. മീസി എന്ന് പറഞ്ഞാൽ നയതന്ത്ര പ്രതിനിധിയാണ് മീസി. ലൊഗാത്ത നാത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇവർ റോമിൽ നിന്നുള്ളവരല്ല. അതാത് പ്രദേശങ്ങളിലെ മെത്രാന്മാരെയോ സഭാധികാരികളെയോ ഒരു പ്രദേശത്തേക്കോ രാജ്യത്തേക്കോ മുഴുവനായിട്ട് പ്രതിനിധിയായിട്ട് മാർപ്പാപ്പ നിയമിക്കുന്നതാണ്. ലൊഗാത്തി അലത്താര. അത് ഈ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലൊഗാത്തി അലത്താര എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു പ്രത്യേക അവസരത്തിലോ സമ്മേളനത്തിലോ തന്നെ പ്രതിനിധീകരിക്കാൻ, അതായത് മാർപ്പാപ്പയ്ക്ക് പകരം നിയോഗിക്കുന്ന വ്യക്തി, ഒരു സമ്മേളനത്തിൽ മാർപ്പാപ്പയ്ക്ക് പകരമായി നിയോഗിക്കുന്ന വ്യക്തിയാണ് ലൊഗത്തി അലത്താരെ. അടുത്ത ചോദ്യമാണ് പാലിയം എന്ന് അല്ലെങ്കിൽ ആത്മലിന സന്ദർശനം. രണ്ട് വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാലിയം നൽകുക എന്ന് പറഞ്ഞാൽ കഴുത്ത് ധരിക്കുന്ന ഒരു അലങ്കരിച്ച രോമവസ്ത്രം. അത് മെത്രാപ്പോലിത്തമാർക്കാണ് നൽകുക. മാർപ്പാപ്പ മാത്രമേ തരാനുള്ള അവകാശമുള്ളൂ. അതായത് കഴുത്തിൽ ധരിക്കുന്ന രോമവസ്ത്രമാണ്. അതുമാതിരി ആത്മലീന സന്ദർശനം എന്നാൽ എന്താ? എല്ലാ മെത്രാമാരും 5 വർഷത്തിലൊരിക്കൽ റോമിലെത്തുകയും പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശവകുടീരങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും രൂപതാ ഭരണത്തെ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുകയും വേണം. ഈ സന്ദർശനത്തിന് ആത്ലിമിന സന്ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്രാന്മാർ റോമിലെത്തി പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതിനെയാണ് ആത്ലിമിന സന്ദർശനം എന്ന് പറയുന്നത്. പിതാവ് എന്നർത്ഥം അറിയാലോ? പാപ്പ എന്നാൽ പിതാവ് എന്നർത്ഥം. മാർ എന്നാൽ പരിശുദ്ധമായത്. അപ്പോൾ മാർപ്പാപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധ പിതാവ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് പൗരസ്ത്യ സഭ എന്താ? പാശ്ചാത്യ സഭ എന്താണ്? AD 395 റോമ സാമ്രാജ്യത്തെ രണ്ടായി തിരിച്ചു. അതായത് 2 പ്രാവശ്യങ്ങളാണ്. പടിഞ്ഞാറ് മേഖലയും അതുപോലെ തന്നെ പൗരസ്ത്യ മേഖലയും. പടിഞ്ഞാറ് മേഖലയിലുള്ള സഭകളെ പാശ്ചാത്യ സഭയെന്നും കിഴക്കൻ പ്രദേശത്തുള്ള റോമിൻ്റെ കിഴക്ക് പ്രദേശത്തുള്ള സഭകളെ, അവിടുന്ന് വികസിച്ചു വന്ന സഭകളെ പൗരസ്ത്യ സഭകളെന്നും പറയുന്നു. പിന്നെ റോമിൻ്റെ പുറത്ത് കുറച്ച് സഭകൾ സ്ഥാപിക്കപ്പെട്ടു. അത് പാശ്ചാത്യ വിഭാഗത്തിൽപ്പെടുന്നതല്ല. ഉദാഹരണമാണ് ഭാരതത്തിലെ സഭ, പേർഷ്യ. അവയൊക്കെ നമ്മൾ പൗരസ്ത്യ സഭകളിൽ തന്നെയാണ് പെടുന്നത്. നമ്മളൊക്കെ പൗരസ്ത്യ സഭയിലാണ് പെടുന്നത്. റീത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ആരാധനാക്രമം. റീത്തുകൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് വെച്ചാൽ അതാത് പ്രദേശത്തെ മെത്രാന്മാരാണ്. പ്രധാന പ്രാദേശിക സഭാ കേന്ദ്രങ്ങളിലെ മെത്രാന്മാർ അറിയപ്പെടുന്നത് പാത്രിയർക്കസ് എന്നാണ്. അടുത്തത് നമ്മൾ ഈ പുസ്തകത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക. മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു മാർപ്പാപ്പ കാലം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കാനായിട്ട് ആരാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്? 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാരുടെ സംഘം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത്. ഒരു പ്രാവശ്യം പറയാം, 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാരുടെ സംഘമാണ്. തിരഞ്ഞെടുപ്പ് സമ്മേളനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കോൺക്ലേവ്. മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിന് പറയുന്ന പേര് കോൺക്ലേവ്. കോൺക്ലേവ് എവിടെയാണ് സമ്മേളിക്കുക? റോമിലെ സിസ്റ്റൽ ചാപ്പലിലാണ്. നിലവിലുള്ള മാർപ്പാപ്പയുടെ മരണശേഷം എത്ര ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് സമ്മേളിക്കണം? അപ്പോൾ ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് സമ്മേളിക്കണം. ആരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർദിനാൾ സംഘം ഉണ്ടാവുമല്ലോ, 80 വയസ്സിനോട് താഴെയുള്ള കർദിനാൾ സംഘം. അവരിൽ തലവനായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. വോട്ടെടുപ്പിൻ്റെ രീതി എങ്ങനെയാണ്? ഇനി രഹസ്യ ബാലറ്റിലൂടെ മൂന്നിൽ 2 ഭൂരിപക്ഷം ലഭിക്കുന്ന കർദിനാളിനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു. 2 ഭൂരിപക്ഷം ലഭിക്കുന്നത് വരെ തിരഞ്ഞെടുപ്പ് ആവർത്തിക്കുന്നു. ഓരോ വോട്ടെണ്ണലിന് ശേഷം വേണ്ടത്ര ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സിസ്റ്റം ചാപ്പലിൻ്റെ ചിമ്മിനിലൂടെ കറുത്ത പുകയും, മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെളുത്ത പുകയും ചിമ്മിനിലൂടെ വിടുന്നു. വെളുത്ത പുക വരുമ്പോൾ മാർപ്പാപ്പനെ തിരഞ്ഞെടുത്തു എന്നാണ് അർത്ഥം. അതായത് 2 ഭൂരിപക്ഷം ലഭിക്കണം. 2 ഭൂരിപക്ഷം ലഭിക്കണം. കർദിനാൾ സംഘത്തിൽ പെടാത്ത വ്യക്തിയെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തി മെത്രാൻ പട്ടം സ്വീകരിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് മെത്രാൻ പട്ടം നൽകിയതിന് ശേഷമായിരിക്കും മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സൂനഹദോസുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എക്യുമെനിക്കൽ സൂനഹദോസ്, സാർവത്രിക സൂനഹദോസുകൾ. അപ്പോൾ സഭാ ചരിത്രത്തിലെ ആദ്യത്തെ 7 സൂനഹദോസുകളെ വിളിച്ചു കൂട്ടിയത് അതാത് പ്രാദേശിക സഭകളിലെ ചക്രവർത്തിമാരായിരുന്നു. ആ ചക്രവർത്തിമാർ വിളിച്ചു കൂട്ടിയ സൂനഹദോസുകളെ എക്യുമെനിക്കൽ സൂനഹദോസ് എന്ന് പറയുന്നു. റോമിനെ കേന്ദ്രമാക്കി മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ സൂനഹദോസുകളാണ് സാർവത്രിക സൂനഹദോസ്. ഇതുവരെ 21 സൂനഹദോസുകളാണ് വിളിച്ചുകൂട്ടപ്പെട്ടത്. അത് നമുക്ക് പേജ് നമ്പർ 23 കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ സൂനഹദോസുകളാണെന്ന് നമുക്ക് പഠിക്കണം. അതായത് ഒന്നാമത്തെ നിക്ക 1, കോൺസ്റ്റാന്റിനോപ്പിൾ 1, പിന്നെ എഫോസോസ് 1, കൽദാനിയ 1, കോൺസ്റ്റാന്റിനോപ്പിൾ 2, കോൺസ്റ്റാന്റിനോപ്പിൾ 3. അടുത്ത് വരുന്നത് നിക്ക 2, 7ാമത്തെ നിക്ക 2, 8ാമത്തെ സൂനഹദോസ് കോൺസ്റ്റാന്റിനോപ്പിൾ 4, 9ാമത്തെ ലാറ്ററൻ 1, 10 ലാറ്ററൻ 2, 11ാമത്തെ ലാറ്ററൻ 3, 12 ലാറ്ററൻ 4, 13ാമത്തെ ലിയോൺസ് 1, 14ാമത്തെ ലിയോൺസ് 2, 15ാമത്തെ വിയന്ന, 16ാമത്തെ കോൺസ്റ്റാൻസ്, 17ാമത്തെ ബാസൽ, 18ാമത്തെ ലാറ്ററൻ 5, 19ാമത്തെ തെന്ത്രോസ്, 20ാമത്തെ വത്തിക്കാൻ 1, 21ാമത്തെ വത്തിക്കാൻ 2. നിങ്ങൾ ഏതെങ്കിലും ഒരു കോഡ് ഇട്ടിട്ട് അല്ലെങ്കിൽ മറന്നു പോകാത്ത തരത്തിൽ പഠിക്കുക, എളുപ്പമാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിശുദ്ധ ജോൺ 23ാമൻ പാപ്പ. ജോൺ 23ാമൻ പാപ്പയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. 1ാം ലോക മഹായുദ്ധകാലത്ത് നിർബന്ധിത സൈനിക സേവനം ചെയ്ത മാർപ്പാപ്പ ആരാണെന്ന് വെച്ചാൽ ജോൺ 23ാമൻ പാപ്പ. അനുരഞ്ജനത്തിൻ്റെ പാപ്പ ആരാണ്? ജോൺ 23ാമൻ പാപ്പ. അതുപോലെ തന്നെ നല്ല പാപ്പ എന്ന് എല്ലാവരും വിളിക്കുന്നത് ആരെയാണ്? ജോൺ 23ാം പാപ്പയാണ്. 2ാം വത്തിക്കാൻ കൗൺസിൽ എന്ന് പറയുന്ന എക്യുമെനിക്കൽ കൗൺസിൽ വിളിച്ചുകൂട്ടിയത് ആരാണ്? ജോൺ 23ാമൻ പാപ്പ. അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളുടെ പേര്